ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒന്നാമത്തെ പടിയായിട്ട് നമ്മളുടെ അടുത്ത് പറയുന്നതെങ്കിൽ കൃത്യമായും ആ രണ്ടാമത്തെ പടിയിൽ ആ വലിയ ശക്തിയുടെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത് തിരിച്ചറിയാൻ പറ്റിയതെന്നും എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അത്തരത്തിൽ മേലിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ, എന്റെ ശിഷ്ട കാര്യങ്ങളിലുള്ള ചിന്തകൾ എനിക്ക് എന്തുകൊണ്ട് ഈ ഇത്തരം ഒരു വലിയ ശക്തിയായിട്ട് ചേർന്ന് വെക്കൂടാ എന്നൊരു തോന്നല്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ മൂന്നാമത്തെ പടിയും കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മൂന്നാമത്തെ പടി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതാണ്. അവിടെ നിന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ എന്താണ് എന്റെ സുഹൃത്തുക്കൾക്കില്ലാത്ത രീതിയിൽ എന്നിൽ മാത്രമായിട്ട് എന്താണ് ഒരു പ്രത്യേകത, ഇങ്ങനെ ഇങ്ങനെ ഇത്രത്തോളം ഞാൻ മദ്യത്തിൽ ആണ്ടുപോകാൻ. ഞാൻ കൂട്ടായ്മയിലോട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും മദ്യം തന്നെയായിരുന്നു എന്റെ പ്രശ്നം. ഇത്തരത്തിൽ ഞാൻ എന്താ മദ്യത്തിൽ ആണ്ടുപോയെന്നുള്ള എന്റെ ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് നാലാമത്തെ പടിയിൽ എനിക്ക് എന്നെ കണ്ടെത്താൻ ഒരു അവസരമാക്കി കിട്ടുന്നത്. എന്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്, എന്റെ സഹജാവ ബോധത്തെ, എന്റെ ജന്മവാസനകളെ കയറൂരി വിടുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഇത് ചെയ്തിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അത് ആദ്യമേയൊക്കെ അത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എനിക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനെന്നുള്ളൊരു പ്രാപ്തിയോ അല്ലെങ്കിൽ ആ ഒരു ശേഷിയോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട ചില സഹജാവ ബോധങ്ങൾ, നമ്മൾ അതിന് പ്രധാനമായിട്ടും 3 ഇൻസ്റ്റിങ്ക്റ്റുകളാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റും, സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റും, സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റും. ഇത്തരം ഈ ജന്മവാസനകളെ തീർച്ചയായിട്ടും എനിക്ക് അനിവാര്യമായതാണ്. പല കാര്യങ്ങളും ഇപ്പം സോഷ്യൽ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലുകൾ എടുത്ത് നമ്മൾ മുന്നോട്ട് പോവാൻ, ഉദാഹരണത്തിന് സമ്പാദിക്കാൻ, രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ചില ആ, സ്വഭാവ സ്വഭാവങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ നമ്മൾ കയറൂരി വിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് സ്വാഭാവികമായും ആസ്വദിക്കേണ്ട, അനുഭവിക്കേണ്ട കാര്യങ്ങളെ അതിനപ്പുറത്തേക്ക് ഞാൻ അതിൽ കൂടുതൽ എനിക്ക് അർഹതപ്പെട്ടതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് എൻ്റെ ഈ ജന്മവാസനകളിൽ ഞാൻ വൈകല്യങ്ങൾ കണ്ടെത്തിയെന്ന്, അല്ലെങ്കിൽ വൈകല്യങ്ങൾ നിറഞ്ഞതെന്നും ഒക്കെ ഉള്ളത്. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ ഈ നാലാമത്തെ പടിയിൽ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്ന ഒരവസ്ഥ. വീണ്ടും ഞാൻ ആ ഒന്നാമത്തെ പടിയിലേക്ക് പോയിട്ട് മദ്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന ആ ആദ്യ സാഹചര്യം പോലെ തന്നെ എനിക്ക് മറ്റു പല, എനിക്ക് നിർബന്ധമായ നിർബന്ധമായും ഞാൻ പാലിക്കേണ്ട, ഇപ്പൊ പ്രത്യുൽപാദനം പോലുള്ള ഒരു കാര്യം, പ്രജനനം പോലുള്ള ഒരു കാര്യങ്ങളിൽ ലൈംഗികത തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു കാര്യമാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും നമ്മളുടെ ബാലൻസ് നിലനിർത്താൻ, നമ്മുടെ സന്തോഷം നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഹോർമോണുകൾ നമുക്ക് കിട്ടാൻ, അത്തരം കാര്യങ്ങളിലൊക്കെ ലൈംഗികത നമുക്ക് അനിവാര്യമായ ഒന്നാണെങ്കിൽ അതിരുവിട്ട ലൈംഗികതയിലേക്ക് പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അർഹതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചാടിക്കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ്. അതുവരെ അത് എൻ്റെ ഒരു കഴിവാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ കരുതിയിരുന്നതിനെ അത് അങ്ങനെയല്ല. എന്നിൽ സംഭവിച്ച ഒരു തെറ്റാണ്, അതൊരു എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് എനിക്ക് ആ കാര്യത്തെ ഉൾക്കൊള്ളാൻ, അവിടെയാണ് ഞാൻ ആ 4ഉം 5ഉം പടിയിൽ വെച്ചിട്ട് എൻ്റെ നിലവാരത്തെ വിലയിരുത്താൻ എനിക്കൊരു അവസരം കിട്ടുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ ഇത്തരം കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് പൊതുവായി ആൽക്കഹോളിക് ആയിട്ടുള്ള നമ്മൾക്ക് പൊതുവായി 7 മാരക പാപങ്ങൾ, പോരായ്മകൾ എന്ന വിളിക്കപ്പെടേണ്ട പേരുകളെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ പ്രധാന വീഴ്ചകളെക്കുറിച്ച് സാർവദേശികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 7 മാരക പാപങ്ങൾ. പൊതുവില് ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്കെല്ലാം ഇത്തരത്തിൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. അവ ഇപ്രകാരമാണ്: അഹങ്കാരം, അത്യാഗ്രഹം, കാമം, കോപം, ആർത്തി, അസൂയ, അലസത. ഈ 7 കാര്യങ്ങൾ എന്നിൽ വല്ലാതെ എന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. എനിക്കിതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ലായിരുന്നു. ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ എനിക്കൊരു വൈകല്യമായിട്ടുണ്ടെന്നോ, ഒരു ന്യൂനതയായിട്ട് എന്നിൽ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലുമൊക്കെ എനിക്കൊരു അല്പം കൂടുതലായിട്ടുണ്ടോന്നോ ഒന്നും എനിക്കൊരിക്കലും തോന്നിയിരുന്നില്ല. കാര്യം ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നോർമൽ പേഴ്സൺ ആയിട്ടാണ് ഞാൻ ജീവിച്ചതെന്നാണ് ഞാൻ കരുതിയിരുന്നത്.
എന്റെ വാക്കുകൊണ്ടൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും വരരുത്. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അത്തരത്തിലൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ച് അങ്ങനെ തന്നെ പോകുന്ന ഒരാളായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. എനിക്ക് കിട്ടിയ അവസരങ്ങളെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി തൊഴിൽ മേഖലയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും നന്നായിട്ട് പോകുന്നു എന്ന് കരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാ ഞാൻ. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് വൈകല്യങ്ങൾ എന്നിൽ വന്നിരുന്നു എന്നുള്ള കാര്യം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലെത്തി, പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 4-ാം പടിയിലെത്തി, ഈ നമ്മുടെ ജന്മവാസനകളെ, ഈ സഹജാവ ബോധത്തെ വേർതിരിച്ചെടുത്ത് ഓരോ കാര്യങ്ങളെ തിരിച്ചറിയാൻ ശ്രമിച്ചപ്പോഴാ എനിക്ക് ഇത്തരം കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. ഒന്നാമതായിട്ട് എന്നില് പൊതുവായിട്ട് ആൽക്കഹോളിക്കിലുള്ള ഒരു ക്യാരക്ടർ, അത് എന്നിലും ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അഹങ്കാരം. ഞാൻ മദ്യപിച്ചിരുന്ന കാലയളവിൽ പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ എന്റെ അഹങ്കാരം കൊണ്ടാണ് ഞാനിങ്ങനെ മദ്യപിക്കുന്നതെന്നുള്ള കാര്യം. ജീവിക്കാനുള്ള സകല ചുറ്റുപാടുകളും, ഒരു മര്യാദയ്ക്ക് മാന്യമായി ജീവിക്കാനുള്ള സകല ചുറ്റുപാടുകളും ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇത്തരത്തിലേക്ക് മദ്യപിക്കാൻ പോകുന്നത്. എനിക്ക് എന്റെ തൊഴിൽ, എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് എപ്പോഴും സംസാരിക്കാൻ കഴിയുക. എന്റെ കാര്യങ്ങൾ ഞാൻ ഇത്തരത്തിൽ പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ അനുഭവങ്ങളുമായിട്ട് ഇതിനെ ഒന്ന് കൂട്ടിക്കെട്ടാൻ ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇത് പാസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്റെ തൊഴിലുമായിട്ട് തുടങ്ങുന്നത് എന്റെ വളരെ ചെറു പ്രായത്തിൽ തന്നെ. ഞാൻ എന്റെ 17-ാമത്തെ വയസ്സിൽ എന്റെ തൊഴിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാനത് ജീവിതത്തിൽ ഒരുപാട് കരുതലും മുന്നോട്ട് കൊടുത്ത് എനിക്ക് വളരെ കരുതലോടെ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ സുരക്ഷിതമാക്കുക എന്നൊക്കെയുള്ള വളരെ ദീർഘവീക്ഷണ ചിന്തയുടെ എന്റെ ആ ഒരു പ്രായത്തിലൊക്കെ ഉള്ള എന്റെ കൂട്ടുകാരൊക്കെ എന്നെപ്പറ്റി പറഞ്ഞത് എനിക്ക് ഭയങ്കര പക്വതയുള്ള ഒരാളാണ്. എനിക്ക് പ്രായത്തിൽ കഴിഞ്ഞ പക്വതയോടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. കാര്യങ്ങളെ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണെന്നൊക്കെ അവരെപ്പോഴും എന്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളാ അവരൊക്കെ. ഈ 10ലും പ്ലസ് വണ്ണിൽ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പ്രായം. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ തോന്നിയത് സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യണം. ഒരുപക്ഷേ എന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായതുകൊണ്ടായിരിക്കണം ഞാനും അത്തരത്തിലേക്ക് ഒരു ട്രാക്കിലേക്ക് മാറിയെങ്കിലും വിദ്യാഭ്യാസം കൈവിടാതെ അത് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഒരു അവസരം അതിനകത്ത് കണ്ടെത്തുകയും തൊഴില് ഞാൻ അതിനകത്ത് എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്യുന്നൊരു സാഹചര്യം എനിക്കുണ്ടായി. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു ചുറ്റുപാട് ഈ തൊഴിൽ മേഖലയിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോ അവിടെ തന്നെ തുടങ്ങി എന്റെ അഹങ്കാരം എന്നുള്ളതാണ്. എന്റെ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ 4 സ്റ്റാഫുകൾ എന്റെ സ്ഥാപനത്തിന് ഞാൻ തുടങ്ങിയ ആ ചെറിയ സ്ഥാപനത്തിന് 4 പേര് ജോലിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇതൊക്കെ വളരെ വളരെ പ്രൗഡായിട്ടാണ് ഞാൻ എല്ലാവരുടെടുത്തും പറയുന്നത്. എനിക്ക് അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ചെയ്യാൻ കഴിയും. അന്ന് ആ കാലഘട്ടത്തില് മദ്യം ചെറുതായിട്ട് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒക്കേഷനിലൊക്കെ ആണെങ്കിൽ കൂടി ഞാൻ മദ്യം കഴിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇതിനൊക്കെ ഒരു സാഹചര്യം എന്നിട്ട് ഞാൻ അന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ കുടുംബ പാരമ്പര്യമായിട്ട് വന്ന തൊഴിലൊന്നും അല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. അത്തരത്തിലുള്ള ഒരു ചിന്ത എന്നിൽ പതുക്കെ പതുക്കെ ഈ അഹങ്കാരം മുളകൊട്ടാൻ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ അതിനെ വളരെ പോളിഷ് ചെയ്തൊക്കെ സംസാരിക്കുമായിരുന്നു. എനിക്ക് ഇങ്ങനെയാണ്, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഉള്ളിൽ അഹങ്കാരം തന്നെയായിരുന്നു എന്നിൽ ഉണ്ടായിരുന്നത്. പതുക്കെ പതുക്കെ സാമ്പത്തികമൊക്കെ വല്ലപ്പോഴൊക്കെ മദ്യപിക്കുന്നതില് വലിയ തെറ്റൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വരികയും പതുക്കെ പതുക്കെ മദ്യം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തു. അപ്പം എനിക്കതിനുള്ള പ്രാപ്തിയുണ്ട്. എന്നോട് അതാരും ഞാന് കുടുംബ വീട്ടിൽ തന്നെ താമസിക്കുമ്പോഴത്തേക്ക് അന്ന് അവിടെ കഴിച്ചിട്ട് മദ്യപിച്ചിട്ട് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉള്ള സ്ഥലത്ത് തന്നെ ഞാൻ അല്പം കഴിച്ചിട്ടൊക്കെ ചെന്ന് കേറാം എനിക്ക്. കാര്യം എന്നോട് ആരും ചോദിക്കാനൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നു. ഞാൻ വരുമാനം ഉണ്ടാക്കുന്നു. എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ബാറുകളിലൊക്കെ മദ്യം വിളമ്പുന്നത്. അതും എക്സിക്യൂട്ടീവ് ബാറിൽ കയറി മദ്യപിക്കുക എന്നുള്ളതൊരു അങ്ങനെയൊക്കെ ചിന്തിച്ച് ആ രീതിയിലേക്കൊക്കെ ഒരു അഹങ്കാരത്തിന്റെ ഭാവം നല്ല രീതിയിൽ എന്നിൽ നിഴലിച്ചു വന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിന്റെ പാതയിലെത്തി ഇത്രയും ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് അന്ന് ആ ചെറുപ്രായത്തിൽ തന്നെ എന്നിൽ ഈ രോഗം ഉം വളർന്നു തുടങ്ങി എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അത്തരത്തിൽ അത് പിന്നീട് എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് ഒപ്പം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് എന്റെ സ്ഥാപനത്തിൽ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ അവർക്കാർക്കും എന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കുക, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ചെന്ന് കയറുക, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഇറങ്ങി പോവുക. ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പെരുമാറ്റത്തിലേക്ക് അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവിടുത്തെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകളോ മിസ്റ്റേക്കുകളോ കണ്ടെത്തി കഴിഞ്ഞാൽ അവരത് ചോദ്യം ചെയ്യുക. അപ്പൊ എന്റെ കുറവുകളെ കണ്ടെത്താതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറവുകളെ ഞാൻ കണ്ടെത്തുന്ന ഒരവസ്ഥ. അതെന്റെ തൊഴിൽ മേഖലയിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും
എൻ്റെ സൗഹൃദത്തിലൊക്കെ ആണെങ്കിൽ, സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിൽ പോലും ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാൻ എനിക്ക് വലിയ കഴിവും പ്രാപ്തിയുള്ള ഒരാളാണ്. ഞാൻ പറയുന്നതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ സാമർത്ഥ്യത്തിൽ കാര്യങ്ങൾ നടത്തിയെടുത്ത് എൻ്റെ വരുതിയിലാക്കാനുള്ള ഒരു ശ്രമം ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു. ഇതിന്റെ പിന്നില് എന്നിൽ പ്രവർത്തിച്ചിരുന്നത് എൻ്റെ ഉള്ളിലെ അഹങ്കാരമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഒരുപാട് കാലം വേണ്ടി വന്നു എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിയതിനു ശേഷം എൻ്റെ അഹങ്കാരം കൊണ്ടാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കാണ് അതിനെ മാറ്റിവെക്കാൻ ഇത്തരം കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നത് തന്നെയാണ് എൻ്റെ ഈ യാത്രയിലെ വീട് വൃത്തിയാക്കൽ എന്നുള്ള ഒരു അവസ്ഥയെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ഉള്ളു വൃത്തിയാക്കുക എന്നുള്ള ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിക്കേണ്ട പല സാഹചര്യങ്ങളിലും ആദ്യമായിട്ട് ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്നിൽ ഇത്തരം ന്യൂനതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തെ അംഗീകരിക്കലായിരുന്നു. വലിച്ചു കീറാനായിട്ടാ പറഞ്ഞെ. ഇഴകീറി പരിശോധിക്കാനാ പറഞ്ഞെ. എന്നെ ഇഴകീറി പരിശോധിക്കാനായിട്ടാണ് 4ാമത്തെ പടിയിൽ എന്നോട് പറഞ്ഞു തന്നത്. അത്തരത്തിൽ എൻ്റെ ഇത്തരം ഒരു കുറവിനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഞാൻ വളരെ കണിശക്കാരനാണെന്നുള്ള രീതിയിൽ സ്റ്റാഫുകളുടെ ജോലിക്കാരുടെയൊക്കെ ഇടയിൽ വലിയ ഇതാണ്. അത്തരത്തിൽ കൃത്യമായിരിക്കണം, പറയുന്ന സമയത്തായിരിക്കണം, ആ മണിക്കൂർ. ഹലോ, കേൾക്കാമല്ലോ? എനിക്കൊരു കോള് വന്നതാ. ഞാൻ അതൊന്ന് പറഞ്ഞു മാറിയതാ. കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം. കേൾക്കാം. ശരി, ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ. അപ്പോ അഹങ്കാരം, അത്തരത്തിൽ എനിക്കൊരു അഹങ്കാരം ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെ തിരിച്ചറിയാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായിപ്പോയി. കാര്യം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇതിനകത്ത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനതൊരു ഭൂഷണമായി കൊണ്ട് നടന്നേനെ. കാര്യം കണിശക്കാരനും കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും ആണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുള്ള ഒരു അവസരമാക്കിയിട്ട് ഒരുപക്ഷെ അവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ടോ, വീട്ടിലെ കുട്ടികളായാലും ഭാര്യയായാലും അവർക്കൊക്കെ എന്നോട് അത്തരത്തിൽ പെരുമാറാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ മേൽ കുതിര കയറുന്നതും ജോലിക്കാരുടെ മേൽ കുതിര കയറുന്നതും ഒക്കെ ഒരു അഹങ്കാര ഭാവത്തോടുകൂടി കൊണ്ടു നടന്നപ്പോ അവരൊക്കെ എന്നെ ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ് അവർ അത്തരത്തിൽ നിൽക്കുന്നുള്ളൂ. ഉള്ളിൽ വെറുപ്പ് ഉണ്ടായിട്ടായിരിക്കാം, വെറുപ്പോടുകൂടി ആയിരിക്കാം. എന്നാൽ പോലും അതൊന്നും തിരിച്ചറിയാതെ അവരെയൊക്കെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്താനുള്ള ഒരു ശേഷി എന്നിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഈ അഹങ്കാരത്തെ ഉപയോഗിച്ചു എന്നുള്ളത്. എന്തായാലും വലിയ അനുഗ്രഹമായി പോയി. ഈ അഹങ്കാരം എന്നൊരവസ്ഥ എന്നിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ. അതിനുശേഷമാണ് ഇത് പൊതുവിൽ ആൽക്കഹോളിക്കിന് പൊതുവിലുണ്ടാവുന്ന ഒരു പാപമാണ്, അല്ലെങ്കിൽ ഒരു 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 മോശം ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താ ആ ഒരു ഈ പറഞ്ഞ രീതിയിൽ പാപമായിട്ട് തന്നെ നമുക്ക് 7 മാരക പാപങ്ങൾ എന്നുള്ള പേരിൽ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഒന്നാണെന്ന് തിരിച്ചറിയാൻ ഒരു അവസരം ഉണ്ടായത്. പിന്നീട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാനൊക്കെ പിന്നീട് അങ്ങോട്ട്. ഇതിപ്പോ തിരിച്ചറിയാനുള്ള സാഹചര്യമാണ് നമുക്ക് ഈ പടിയിൽ, 4ാമത്തെ പടിയിൽ ഇതിനെ കണ്ടെത്തുന്ന മാത്രയിൽ നമുക്ക് അവസരം കിട്ടിയിട്ടുള്ളത്. ഇത് ക്രമപ്പെടുത്താനും പരിഹരിക്കാനും ഒക്കെ ഉള്ള മാർഗങ്ങൾ വഴിയെ പോകുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൊതുവായ തത്വം എളിമ പരിശീലിക്കുക എന്നുള്ളതാണ്. 12 പടികളിലൂടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളിൽ എളിമ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ആദ്യത്തെ ഈ അഹങ്കാരം എന്ന ഒരു കാര്യത്തെ അത്തരത്തിൽ തിരിച്ചറിയാൻ എനിക്ക് ഒരുപാട് വർഷത്തെ പ്രവൃത്തി വേണ്ടി വന്നു എന്നുള്ളതാണ് കാര്യം. അഹങ്കാരത്തിലൂന്നിയ ജീവിതം വർഷങ്ങൾ കൊണ്ടു നടന്നിട്ടും തിരിച്ചറിയാതെ ഒടുവിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നതിന് ശേഷമാണ് അത് തിരിച്ചറിയാൻ ഒരു അവസരമായത്. രണ്ടാമത്തതായിട്ട് എനിക്ക് ഇതിനകത്ത് അറിയാൻ പറ്റിയത് അത്യാഗ്രഹമായിരുന്നു. അത്യാഗ്രഹത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അനുഭവ കഥ ഞാൻ പറഞ്ഞിരുന്നു. എന്നെ ചെറുപ്പത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ തൊഴിലൊക്കെ ചെയ്ത് നല്ല നല്ല രീതിയിൽ പണമൊക്കെ സമ്പാദിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ഒരു മനുഷ്യനായിട്ട് മാറണം, വലിയ കാറും പത്രാസും പ്രൗഢിയും ഒക്കെ ഉണ്ടായിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് എൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹം കൂടി എന്നുള്ളതാണ്. എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലാണ് എൻ്റെ മനസ്സിൽ 5 സെന്റ് സ്ഥലം മേടിച്ചൊരു വീട് വെക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കരുതി കടന്നു വരുന്നത്. ഞാനത് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്. ആ കൊച്ചു പ്രായത്തിൽ തന്നെ നമ്മളെ കുടുംബത്തിനകത്തൊക്കെ തന്നെ പലരോടും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും, പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെയാണ് ഞാൻ സംസാരിക്കുന്നതെന്നൊക്കെ അവർ പറയുന്നതിനൊക്കെ ഒരു അവസരം ഒരുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ ആഗ്രഹം എന്നിൽ അങ്ങനെ വന്നതെന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ പ്രായത്തിൽ തന്നെ എന്നിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ വളരുന്നതിനോടൊപ്പം ആ ആഗ്രഹം വളർന്നു വരികയാണ് ചെയ്തത്. പിന്നീട് തൊഴിലൊക്കെ തുടങ്ങി ഈ പ്രിന്റിംഗ് മേഖലയിലൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനും അപ്പുറത്ത്
മറ്റു പല തൊഴിലുകളും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പാരലായിട്ട് ചെയ്യുകയും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ അത്തരത്തിലൊക്കെ ഫിനാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയൊക്കെ ഞാൻ അതിനകത്ത് കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനകത്തൊക്കെ കുറെയൊക്കെ പൈസ സമ്പാദിക്കുകയും പണം ഉണ്ടാക്കി അത് പണം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ഈ പറഞ്ഞ അഹങ്കാരം കൂടെ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും രൂപയൊക്കെ സമ്പാദിക്കുന്ന ഒരാളാണല്ലോ എന്നുള്ള രീതിയിൽ അതിനെ ധൂർത്തടിക്കുന്ന അവസ്ഥയൊക്കെ അതിന്റെ കൂട്ടത്തിൽ പാരലായിട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അത്യാഗ്രഹം അത് ഉള്ളില് വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഉള്ളില് അത് കടന്നുകൂടി എന്തിനോടും ഏതിനോടും ഒരു ആർത്തി പിടിക്കുന്ന ഒരു അത്യാഗ്രഹം പൂണ്ട് എത്ര കിട്ടിയാലും അത് പോരാ, അതിനപ്പുറത്തൊന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ കൃത്യമായി ഈ വാക്കുകൾക്കൊക്കെ വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. ഇഴകീറി പരിശോധിക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ പ്രവൃത്തിയിലും ഓരോ ജോലിയിലും ഓരോ വർക്കിലും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്ത് കിട്ടുന്ന ഒരു ലാഭം അത് പോരാ, അതിനപ്പുറത്ത് ഈ ഒരു കാര്യത്തിൽ ഇനി എങ്ങനെ അതിൽ കൂടുതൽ അതിനകത്ത് എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് എന്ത് കൂടുതൽ മെച്ചം അതിനകത്ത് പിടിക്കാൻ പറ്റും എന്ന രീതിയിൽ ചിന്തിക്കുക അതിനുവേണ്ടി. അപ്പൊ സ്വാഭാവികമായി എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഒക്കെ അവരവർക്ക് സമ്പാദിക്കാൻ തന്നെയാണെങ്കിലും എന്നിലും മാത്രമായിട്ട് എന്റെ ചുറ്റുപാടും ഉള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് ഒരല്പം അധികം ഒരല്പം അധികം ഇത്തരം ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിന്റെയൊക്കെ ന്യായീകരണങ്ങളൊക്കെ ഞാൻ പലപ്പോഴും നടത്തിയിരുന്നു. എന്നെപ്പോലെ ഒരു ലെവലിലുള്ള ഒരു പ്രസ് നടത്തുന്ന ഒരാൾ ജീവിക്കുന്ന രീതിയിലല്ല ഞാൻ ജീവിക്കുന്നത്. അതിനപ്പുറത്ത് എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ അത്തരത്തിൽ സമ്പാദിക്കുന്നത് കൊണ്ടാണ്. ഇതെല്ലാം കൂട്ടുപിണഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളാ. ആ അഹങ്കാരത്തിന്റെ ഭാഗത്ത് കിടക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള അത്യാഗ്രഹം മൂലം തന്നെയാണ് അത്തരം കാര്യങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അതിനൊക്കെ ഉള്ള ഒരു സാമർത്ഥ്യം എനിക്കുണ്ടെന്ന് കാണിച്ചുകൊണ്ട് കൂടുതൽ 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 ആർത്തി പിടിച്ച് പോകുന്നൊരവസ്ഥ. ഒരു കാര്യത്തിനും ഒന്നിലും അതിനൊരു പരമാവധി നമുക്ക് ലഭിക്കാവുന്ന ഒരു കാര്യം കിട്ടിയാൽ അതും പോരാ, അതിനും അപ്പുറത്ത് എനിക്ക് എത്തിപ്പിടിക്കണം എന്നുള്ള രീതിയിലുള്ള അത്യാഗ്രഹം പൂണ്ട ഒരു ജീവിതം. ഇതിന്റെയൊക്കെ അവസാനമാണ് ഈ മദ്യത്തിലെത്തിയിട്ടും അത്യാഗ്രഹം പൂണ്ട് കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയെന്നൊക്കെ എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും ജീവിതത്തിൽ ഈ അത്യാഗ്രഹവും എന്നെ വല്ലാതെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഭാഗമായിട്ട് കയറി വന്നത് കാമമായിരുന്നു. ആ കാര്യത്തിൽ നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞിരുന്നു. കാമം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. അത് നമ്മളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഒരു ഭാഗമാണ് സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ പ്രജനനവും ലൈംഗികതയൊക്കെ ഒരു അനിവാര്യമായ കാര്യമാണ്. ഓരോ പ്രായത്തിനനുസരിച്ച് കൃത്യമായി അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോഴും എന്നിൽ അതിനകത്ത് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ എനിക്കും അതിനകത്ത് തോന്നിയിരുന്നു എന്നുള്ളത്. ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് നമുക്ക് ഇത്തരത്തിലൊരു ഓൺലൈൻ മീറ്റിങ്ങിലോ ഒന്നും നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാനൊക്കെ ഉള്ളൊരു പരിമിതി ഉണ്ടെങ്കിൽ കൂടിയും 12, 13 വയസ്സ് പ്രായത്തിൽ തന്നെ എന്റെ കൂടെ പഠിക്കുന്ന എനിക്ക് നന്നായിട്ട് അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇല്ലാത്ത പക്വത ഇത്തരം കാര്യങ്ങളിൽ എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ കൂടുതൽ താല്പര്യവും കൗതുകവും ഒക്കെ തോന്നുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ ആ ഒരു സമയത്തും ആ പ്രായത്തിലും എനിക്ക് നല്ലൊരു ബോധ്യമായിരുന്നു. എനിക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ അത്രയും പ്രായത്തിൽ 13 വയസ്സിൽ തന്നെ എനിക്ക് അത്തരം കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. പിന്നീട് എന്റെ പ്രായം മാറുന്നതിനനുസരിച്ച് എന്റോടൊപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ആൾക്കാരുണ്ട്, സ്റ്റാഫുകളുണ്ട്. അവരോടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും മറ്റ് സ്ത്രീകളോടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പോലും അത്തരത്തിൽ എന്തോ ഒരു താല്പര്യക്കൂടുതൽ അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക കഴിവും ശേഷിയും പ്രാപ്തിയൊക്കെ ഉള്ളതായിട്ടൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടാവുന്ന രീതിയിൽ പെരുമാറുന്ന ഒരവസ്ഥ എന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കരുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കാണ് ഈ കാര്യത്തെപ്പറ്റി എനിക്കൊരു ബോധ്യമുണ്ടായത്. അർഹതയില്ലാത്ത കാര്യങ്ങൾ കവർന്നെടുക്കാനുള്ള ഒരു താല്പര്യക്കൂടുതൽ ഇത്തരം കാര്യങ്ങളിലും എന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അനിയന്ത്രിതമായി പോയുന്ന ഒരവസ്ഥ ഈ 3 മേഖലയിലും സംഭവിച്ചപ്പോൾ ഇവിടെയും അത് കൃത്യമായി ഉണ്ടായി. ആ അഹങ്കാരത്തോടൊപ്പം എനിക്ക് അർഹതയില്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ കൂടുതൽ ആർത്തി പിടിച്ച് അത്യാഗ്രഹത്തോടുകൂടി അത് എന്നിലേക്ക് ചേർക്കാൻ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറത്തായിട്ട് എന്തൊക്കെയോ കുറവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നാലാമത്തെ ഭാഗമായിരുന്നു കോപം. തിളച്ചുമറിയുന്ന കോപം എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനും ഏതിനും
ദേഷ്യം വരുന്നൊരവസ്ഥ. അതിന് അവസാന സമയങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ധാരണ ഉണ്ടായിരുന്നു മദ്യത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ കൂടുതൽ എന്നിൽ വന്നിരുന്നുണ്ടായിരുന്നു. കാര്യം ഞാന് ഇങ്ങനെയാണ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കണം. അതിനപ്പുറത്ത് ഞാൻ പറയുന്നതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാനാണ് അവസാന വാക്ക്. എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഇത്തരം ധാരണകൾ വെച്ച് പുലർത്തുകയും അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അവിടെ എന്തെങ്കിലും ഒരു ഒരു ആഹ് ഭീഷണി നേരിടുന്ന ഒരവസ്ഥ വന്നാൽ ഇതിനകത്ത് ജന്മസിദ്ധമായ ആവശ്യകതകൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം. എനിക്ക് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴത്തേക്ക് അതിന് തടസ്സമായിട്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ അതിനെ അംഗീകരിക്കാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല. ഞാൻ അവിടെ എന്റെ പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ അതിനെ എതിർക്കും എന്നുള്ളതാണ്. അതെന്റെ കൊച്ചു കുട്ടികളായിരിക്കുന്ന എന്റെ മക്കളുടെ അടുത്താണെങ്കിലും എന്റെ ഭാര്യയോടാണെങ്കിലും തൊഴിൽ മേഖലയിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന എന്റെ കയ്യിന്ന് ശമ്പളം വാങ്ങി അവർ ഞാൻ പറയുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഉള്ള അവസ്ഥയെ പോലും അവരുടെ മേൽ ഇല്ലാത്ത കോപം എടുത്ത് കാണിച്ച് അതായത് അവർക്കൊന്നും എന്റെയൊക്കെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയൊരു സ്ഥാപനമാണ്. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ സാധാരണക്കാരായിട്ടുള്ളവര്. അപ്പൊ അവർക്കൊന്നും അങ്ങനെ കയർത്തോ മറുത്തോ ഒന്നും പറയുന്ന ഒരു സ്വഭാവമുള്ളവരൊന്നും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ളവരടുത്ത് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള രീതിയിലൊന്നും ആയിരുന്നില്ല ഞാൻ പെരുമാറിയത്. ഞാനൊരു വലിയ എല്ലാം തികഞ്ഞ ഒട്ടും കുറവില്ലാത്ത ഒരാളെന്നുള്ള രീതിയിലൊക്കെ അവരോട് പെരുമാറുന്ന ഒരവസ്ഥ. ഇതൊക്കെ പിന്നീട് പിന്നീട് എന്തിനോടും ഏതിനോടും എന്റെ നിയന്ത്രണത്തില് എനിക്ക് താഴെ ഞാൻ പറയുന്ന രീതിയില് എന്ന രീതിയിലേക്ക് എന്റെ സ്വഭാവത്തെ വളർത്തിയെടുക്കുകയും പിന്നീട് ഞാനിത് കുടിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ കുടിച്ചിട്ടൊക്കെ എപ്പോഴും കയറി വരുമ്പോഴത്തേക്ക് അതിങ്ങി വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഞാൻ എപ്പോഴും ഈ കുടിച്ച് മദ്യപിച്ച് പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പകലും അവസാന സമയങ്ങളിലൊക്കെ പകലുമൊക്കെ മദ്യപിക്കുന്ന ഒരു ശീലം കൂടെ ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യത്തിൽ അപ്പൊ എപ്പോഴും മദ്യപിച്ചിട്ടാ ഒന്നുകിൽ പ്രസ്സില് അല്ലെങ്കിൽ ഞാൻ വീട്ടില്. ഇവിടെ ആയിരിക്കും എന്റെ എന്റെ ഒരു ദിവസത്തെ കൂടുതൽ സമയവും ഞാൻ ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇവര് ചോദ്യം ചെയ്യാതിരിക്കാനും എന്നിൽ എന്തെങ്കിലും കുറവുകൾ വല്ലതും ഉണ്ടോ എന്ന് ഇവര് കണ്ടുപിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇവരുടെ മേൽ കുതിര കയറുന്ന ഒരവസ്ഥ. അത് ഞാൻ അതിന് ഏറ്റവും കൂടുതൽ ഒരു ഉപായമായിട്ട് കരുതിയിരുന്നത് എന്റെ കോപമാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വളരെ ഇതായിട്ട് അത് അത് ഇവരൊക്കെ ചെയ്തു വെക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കയറി അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പൊ പിന്നെ ഇവര് എന്റെ കാര്യങ്ങളിലൊന്നും ചോദ്യം ചെയ്യാനൊന്നും വരത്തില്ലല്ലോ എന്നുള്ളൊരു ധൈര്യം. അത് ഈ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. സമയത്ത് കൃത്യമായി കുട്ടികൾ ഇറങ്ങിയിരിക്കണം. ഭൂഷണം ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മണിക്കൂറിൽ അവർ ആ മിനിറ്റിൽ അവർ കൈകാര്യം ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നമാവും. ദേഷ്യപ്പെടും. ഭയന്നാണ് നിൽക്കുന്നത്. എന്റെ സഹോദരങ്ങൾ പോലും എന്നെ ഭയന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം അത്തരത്തില് ഞാൻ മോൾഡ് ചെയ്യപ്പെട്ടു പോയെന്നുള്ളതാണ്. എന്റെ ആൽക്കഹോളിസം എന്ന് പറഞ്ഞ രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരത്തിലായിപ്പോയെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത്തരം കാര്യങ്ങളെയൊക്കെ ഞാൻ ആഡംബരമായിട്ടാ കൊണ്ടു നടക്കുന്നത്. എന്റെ കഴിവായിട്ടാണ്. എന്റെ ഒരു പ്രാപ്തിയായിട്ടാണ്. എനിക്ക് ഇത്തരത്തിൽ കഴിവുണ്ട്. ഞാൻ എല്ലാം കൃത്യമായി എന്തെങ്കിലും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ കൈകാര്യം ചെയ്ത് കളയുന്ന രീതിയിലേക്ക് ഞാൻ മാറും എന്നൊക്കെ ഉള്ളത് അവർക്ക് തന്നെ ഒരു പേടിയായിരുന്നു എന്നോട്. അത്തരത്തില് പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക്. ഇതിപ്പോ പറയുമ്പഴ് പൊതുവായിട്ട് ഞാൻ പറയുമ്പോ എന്റെ അനുഭവങ്ങളാണ് പറയുന്നതെങ്കില് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്നവര് അവരുടെ അനുഭവമായിട്ട് ഇതിനെ ഒന്ന് എവിടെയെങ്കിലും അവർക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തട്ടിച്ചു നോക്കുക എന്നുള്ളതാണ്. കാര്യം ഈ കോപം ഞാൻ എന്നിൽ മാത്രമാണ് കണ്ടതെങ്കില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിയപ്പോഴത്തേക്ക് എന്റെ ഒപ്പം ഇരിക്കുന്നവരെല്ലാരും അവരുടെ അനുഭവത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ന്യായീകരണമോ, ന്യായമോ, സത്യമോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളിൽ പോലും ഏതറ്റം വരെയും കോപം കൊണ്ട് തിളച്ച് മറിഞ്ഞ് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൊരു കഴിവും പ്രാപ്തിയും എന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രത്തോളം മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു വിഷമമാവുന്നോ, മറ്റുള്ളവരുടെ അവരുടെ അഭിമാനത്തിനെ ക്ഷതമേൽക്കുന്നോ അത്തരം കാര്യങ്ങളെ പറ്റി ഒന്നും എനിക്ക് ചിന്തയിലേ ഇല്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം, എന്റെ പ്രശ്നങ്ങൾ മാത്രം സ്വാർത്ഥത നിറഞ്ഞ ജീവിതത്തില് എനിക്ക് വിലങ്ങുതടിയായി വരുന്നതിനൊക്കെയും വെട്ടിമാറ്റാനായിട്ട് ഇത്തരം കാര്യങ്ങളെ ഞാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ മുമ്പിൽ വന്ന് നിന്നിരുന്നതും ഈ കോപം തന്നെയാണ്. മറ്റൊരാളിനും ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം മറ്റു പല കാരണങ്ങളും കൊണ്ടും മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ മിണ്ടാതൊക്കെ നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ എന്റെ ഒരു കഴിവായിട്ട് ഞാൻ കണ്ടിട്ട് അത്തരത്തിൽ അവരുടെ മേൽ കുതിര കയറുന്ന ഒരു അവസ്ഥയായിരുന്നു ഞാൻ ജീവിതത്തിൽ ഉടനീളം കാണിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അത്തരം കാര്യത്തെയും തിരിച്ചറിയാൻ പറ്റി. അത് കഴിഞ്ഞ് അടുത്ത അഞ്ചാമതായിട്ട് കടന്നു വന്ന സാധനമാണ് ആർത്തി. ഈ ആർത്തി എന്ന പ്രതിഭാസം എന്നാണ് പറയുന്നത്. ആർത്തി എന്തിനോടും ഏതിനോടും ഒരു ആർത്തി.
ആവശ്യമുള്ളതിനോടും ഇല്ലാത്തതിനോടും ഒരു ആർത്തി, പെർഫോമൻസ് കുറവും ഡിസയർ കൂടുതലുള്ള ഒരു അവസ്ഥ, എന്തിനും ഏതിനും ഒരു താല്പര്യം കൂടുതലാണ്. പക്ഷെ അതിന് കഴിവുണ്ടോ? ഒരു ഭക്ഷണ സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ആർത്തിയാണ്. പക്ഷെ അത് അത്രയും കഴിക്കാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ എനിക്കത് വേണം. ഇതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വീട്ടില് കുട്ടികളും ഭാര്യയായിട്ടിരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ പോലും എനിക്ക് കൂടുതൽ പങ്ക് വേണം എന്നുള്ള രീതിയിൽ ഉള്ളിലൊരു തോന്നലും, എന്നാൽ നമ്മളത് എടുക്കാനൊക്കെ നമുക്കൊരു മടിയൊക്കെ കാണും. കൊച്ചുങ്ങൾ കുട്ടികളെടുത്തിരിപ്പുള്ള. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ അത്തരത്തിലൊരു ചിന്തയുണ്ട് എന്നുള്ളത്. സുഹൃത്തുക്കൾ ചേർന്ന് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അതിനകത്ത് കൂടുതൽ ആഹാരകാര്യം മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. മദ്യപിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു മറ്റൊരാൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അളവ് ഇത്തരത്തിൽ എന്തിനും ഏതിനും ആർത്തി. നല്ല വസ്ത്രങ്ങൾ കണ്ടാൽ നല്ല വസ്ത്രമായിരിക്കും നമ്മളിൽ ഇരിക്കുന്നത്, നല്ല ഡ്രസ്സിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മളെക്കാളും നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോകുന്ന ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് അത് വേണം. എനിക്ക് എനിക്ക് കഴിയാത്ത, എന്നെക്കൊണ്ട് നടക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളിലോടൊക്കെ വല്ലാത്ത ഒരു അഭിനിവേശം തോന്നും. അത് എനിക്കും വേണം, അത് എനിക്കും. അത് കിട്ടാതാവുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് എന്ത് വഴിവിട്ട പരിപാടി, എങ്ങനെ വേണമെങ്കിലും പോകാൻ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിലുള്ള ഇത്തരം ആർത്തിയായിരുന്നു. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് എന്റെ കഴിവാണ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചിന്തകളാണ്. എപ്പോഴും എല്ലായിടത്തും പറഞ്ഞു മലയോളം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കുന്നോളം കിട്ടും. ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, മറ്റുള്ളവർക്ക് ഞാൻ ഉപദേശം കൊടുക്കുന്നതാണ്. മലയോളം ആഗ്രഹിക്കും കുന്നോളം കിട്ടും. മലയോളം ആഗ്രഹിക്കും കുന്നോളം കിട്ടും. അത് എന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തയായിരുന്നു. എത്ര കിട്ടിയാലും വരാത്ത രീതിയിൽ എന്തിനോടും ഒരു ആർത്തി. എന്ത് കാര്യത്തിനോടും അത് എത്ര ആവശ്യത്തിനുള്ളത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നാലും വീണ്ടും വേണം എന്ന് കരുതുന്ന ഒരവസ്ഥ. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ആൽക്കഹോളിസം എന്ന് പറഞ്ഞ ഈ രോഗത്തിന്റെ ആഹ് ലക്ഷണങ്ങളായിരുന്നു എന്നുള്ളത് എനിക്ക് ഇതിനകത്ത് വന്നതിന് ശേഷമാണ് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പൊ അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എത്ര എത്ര ഇപ്പൊ ഞാൻ ഈ ഭക്ഷണ മേശയിലെ കാര്യം മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇത്തരത്തില് എന്ത് കാര്യം എത്ര തന്നെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും മദ്യം കഴിക്കുന്ന കാര്യത്തിൽ പോലും, മദ്യപിക്കാൻ ഇനി അങ്ങോട്ട് ഒരു പെഗ് പോലും കുടിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സമയത്ത് പോലും ആ ബോട്ടിൽ തീർക്കണമെന്നുള്ള ആർത്തിക്ക് ഞാനങ്ങ് വായില് വിരലിട്ട് ഛർദ്ദിച്ചു കളഞ്ഞതിന് ശേഷം വീണ്ടും ആ ബോട്ടിലിൽ ഇരിക്കുന്ന മദ്യം കുടിക്കുന്ന ഒരവസ്ഥ. എനിക്ക് ആ ബോട്ടിൽ തീർക്കണം. അത്തരത്തിലൊരു ആർത്തിയാണ്. എന്തിനോടൊരു ആർത്തി. കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി അതെനിക്ക് വേണം, ചെയ്യണം എന്നുള്ള രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന, അത്തരത്തിൽ എന്റെ തലച്ചോറിനെ വികലമായി ചിന്തിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടി എന്ത് വഴിവിട്ട കാര്യവും ചെയ്യും. ആരോടും എന്തും പറയും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അത്തരം തന്നെയാണ്. എന്റെ ഈ മേലിൽ ഇപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞ് 5-മത്തേലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ പറയുന്ന 5-മത്തെ കാര്യം ഉൾപ്പെടെയുള്ള മേലിലെ എന്ത് കാര്യത്തിനും എനിക്ക് തടസ്സമായി വരുന്നതിനെ വെട്ടിമാറ്റുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഒരു മനസ്താപവും ഇല്ല. അതിനുവേണ്ടി ഞാൻ എന്ത് കള്ളവും പറയും, എന്ത് കള്ളത്തരവും ചെയ്യും. എങ്ങനെയാണെങ്കിലും എനിക്ക് അവിടെ എന്റെ കാര്യങ്ങൾ വിജയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകുമായിരുന്നു. കാര്യം എന്റെ ഉള്ളിൽ അത്രത്തോളം ഇത്തരം ആഗ്രഹങ്ങൾ എന്റെ ഉള്ളിൽ വല്ലാതെ എന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് 6-മത്തതായിട്ട് അസൂയ. എനിക്ക് ഈ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. മറ്റുള്ളവർക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്റെ ആഗ്രഹങ്ങൾ നടക്കാതെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് അത് അവരുടെ മേൽ തോന്നുന്ന ഒരു ഉത്കർഷേച്ഛ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു അവസ്ഥ. അസൂയ എന്ന് പറയുന്ന കാര്യം ഞാനത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. അത്തരത്തിലുള്ള ഒരു അവസ്ഥ. പക്ഷേ എന്നിൽ അത് ഒരല്പം കൂടുതലാണ്. എന്തും എനിക്ക് കിട്ടണം. എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് മതി. എന്റേതാവണം. അതിനുള്ളൊരു പ്രാപ്തി എനിക്കുണ്ടോ? അതിനുള്ളൊരു ശേഷിയുണ്ടോ? എന്റെ കയ്യിൽ അതിനുള്ളൊരു സാമ്പത്തികമുണ്ടോ? അതൊന്നും എന്റെ ചിന്തയല്ല. എന്ത് കണ്ടു കഴിഞ്ഞാലും അത് അത് അതിനകത്ത് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റണം. അത് കിട്ടിയില്ലെങ്കിൽ അസൂയയാണ്. എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കുന്ന, എന്നെക്കാളും നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്ന, എന്നെക്കാളും കൂടുതൽ മാർക്ക് മേടിക്കുന്ന, പഠിക്കുന്ന കാലം മുതലേ ഉള്ള കാര്യങ്ങളാണ്. എവിടെ എവിടെ പോയി കഴിഞ്ഞാലും അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ഒരിടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ ഞാനായിരിക്കണം. എന്നെ അംഗീകരിക്കണം, എന്നെ വിളിക്കണം, എന്നെ പേര് പറയണം. മീറ്റിംഗ് ഹാളിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം എന്റെ പേര് പറയണം. എന്റെ പേര് പറയാതെ വേറൊരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയത്തൊക്കെ അത് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. നമുക്ക് വല്ലാതെ വിമ്മിഷ്ടം ഉണ്ടാവും. നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതിനെല്ലാം കാരണമായത് ഇത്തരം ഈ അസൂയ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ഈ 6-7 പടിയിലൊക്കെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇത്തരം കാര്യങ്ങളെയാണ് ഒരുപാട് മെരുക്കാനായിട്ട് ഞാനും കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നത്. കാര്യം അത് എത്ര തന്നെ പറിച്ചു കളഞ്ഞാലും മാറാത്ത രീതിയിൽ അതിന്റെ വേരോടി പോയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അസൂയക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് വാശിയോടെയാണ് കാണുന്നത്. എന്നിട്ട് അതിന്റെ മേൽ കയറാനുള്ള ഒരു പ്രാപ്തി നമ്മള്
അത് എങ്ങനെയും കണ്ടെത്തും. നേടിയെടുക്കുകയൊന്നുമല്ല, അത് എങ്ങനെയും കണ്ടെത്തിയിരിക്കും. ഈ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ എൻ്റെ തൊഴിൽ മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ ഒരു ടെൻഡർ കൊടുക്കുകയോ കൊട്ടേഷൻ കൊടുക്കുകയോ ചെയ്യുന്നിടത്തൊക്കെ എൻ്റെ ഒപ്പം മത്സരിക്കുന്നവരുമായിട്ട് അവരെ എങ്ങനെ വെട്ടിക്കളയാം, എങ്ങനെ അവരെ ഒതുക്കാം, എങ്ങനെ മാറ്റാം, എന്ത് വഴിവിട്ട രീതിയിലൂടെയും എന്നെക്കാളും ഒരു വർക്ക് അവൻ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവനോട് ഭയങ്കരമായ അസൂയ. അതെങ്ങനെ തകർക്കാം, എങ്ങനെ അത്തരത്തിൽ വല്ലാത്തൊരു എന്നിട്ട് അത് എൻ്റെ ഒരു വലിയ കഴിവാണ്. അവർക്കൊന്നും അത്തരത്തിൽ കഴിവില്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയാൽ ഞാനത് കൃത്യമായി കൊണ്ടുപോകും. അവരില്ലാത്ത കണക്ക് പോകും. പക്ഷേ എന്നെ പേടി അവർക്കെങ്ങാനും അത് കിട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ കഴിവ് ഉപയോഗിച്ച് ഞാനത് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതൊരു വലിയ പ്രശ്നമായിട്ട് എന്നിലും ഉണ്ടായിരുന്നു. ഈ അസൂയ എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും മാറി നിൽക്കാത്ത എന്തിനോടും ഏതിനോടും ഇത്തരത്തിലൊരു അസൂയപ്പെട്ട ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മീറ്റിംഗ് ഹാളിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം പോലും ഇത്തരം കാര്യങ്ങൾ വല്ലാതെ വേട്ടയാടിയിരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇന്നത്തെ കാര്യം പറയുന്നത് അലസതയാണ്. ഇതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ എന്തിനും ഏതിനും വേണ്ടി ഏതറ്റം വരെയും പടവെട്ടി പോകാനൊക്കെ ഉള്ളൊരു കഴിവും പ്രാപ്തിയൊക്കെ കാണിക്കുന്ന ഒരാളാണ് ഞാനെങ്കിലും എന്തിനും മടി പിടിച്ച് നിന്ന് സമയം പാഴാക്കി കളയുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരുന്ന ഒരാളിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവരും എനിക്കിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അവര് തിരിച്ചിങ്ങോട്ട് പറയുന്നത് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇതിന്റെ എന്താ പറയാ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അകത്ത് വന്നതിന് ശേഷമാണ് ഈ ആൽക്കഹോളിക് ആയിട്ടുള്ളവരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതെന്നുള്ള തിരിച്ചറിയാൻ മറ്റേ എന്റെ മാത്രമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നിസ്സാരമായ കാര്യമാണെങ്കിലും ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് മാറ്റാവുന്ന കാര്യമാണെങ്കിലും നാളെ ആവട്ടെ, പിന്നീടാവട്ടെ, മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥ. ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമൊന്നും അല്ലല്ലോ. നാളെ തൊട്ട് ചെയ്തു തുടങ്ങാം. നാളെ തുടങ്ങാം. നാളെ ആവട്ടെ എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ വലുതായിട്ടൊന്നും വലിയ പരിഗണനയൊന്നും കൊടുത്തിരുന്നില്ല. കാര്യം ഇതത്ര വലിയ സീരിയസ് വിഷയമൊന്നുമല്ലല്ലോ. പിന്നീടായാലും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇത്തരത്തില് ആ ഒരു കാര്യത്തെ മാറ്റിവെച്ച് ലാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അത് എന്റെ രോഗത്തിന്റെ ഭാഗമാന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്നുള്ളതാ. കാര്യം അത്രത്തോളം ഇത് എന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. 5 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യം മടിപിടിച്ച് മാറ്റിവെച്ചിട്ട് 3ന്റെ അന്ന് തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസം അത് അടുത്ത ദിവസത്തേക്ക് പോലും മാറ്റാതെ അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആർത്തിയും നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ അത് മര്യാദയ്ക്ക് 1ാമത്തെ ദിവസം തൊട്ട് തുടങ്ങിപ്പോകാനുള്ള ഒരു ശേഷി ഈ അലസതയെന്ന് പറഞ്ഞ സാധനം നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തുമില്ല. അപ്പൊ ഒരേ കാര്യത്തിന് 2 വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഏറ്റവും കൂടുതൽ ദൂഷ്യം അനുഭവിക്കുന്നത് ഞാൻ തന്നെയാണെന്നുള്ള കാര്യത്തെ അത് എനിക്ക് അങ്ങനെ ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല. പകരം മറിച്ച് കഴിവായിട്ടായിരുന്നു. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കട്ടിംഗ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കായികമായി ഒരുപാട് അധ്വാനം വേണ്ട ഒരു കാര്യമാണ്. പേപ്പർ കട്ടിംഗ് മെഷീനകത്ത് കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ പറയും. ഞങ്ങള് ബുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബുക്കൊക്കെ ഫിനിഷ് ആയി കഴിഞ്ഞാൽ അതിന്റെ 3 വശവും കട്ട് ചെയ്ത് ബുക്ക് ഫിനിഷ് ആയി പോകുന്നൊരവസ്ഥയുണ്ട്. ചിലപ്പോ അത് 1000, 2000 ബുക്കുകളൊക്കെ ഉണ്ടാവും. അത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേശ്ശെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയാസമുള്ള ഒരു ജോലിയാണ്. അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കും. അവസാനം കൊടുക്കാനുള്ള സമയം അതിന്റെ ലാസ്റ്റ് നിമിഷമൊക്കെ ആകുമ്പോൾ ചിലപ്പോ ഞാനാണ് ജോലി കട്ട് ചെയ്യുന്നതെങ്കിൽ മൊത്തം കട്ട് ചെയ്ത് തീർന്നിട്ടേ പോവുള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാ. എന്നാലും അത് അങ്ങനെ തന്നെയാ. അത് മൊത്തം ചെയ്തു തീർത്തിട്ടേ പോവൂ. വെള്ളം പോലും കുടിക്കാതെ, ആഹാരം പോലും കഴിക്കാതെ നിന്ന് ആ കാര്യം ചെയ്യുന്ന ഒരവസ്ഥ. അപ്പൊ ഒരേ വിഷയത്തിന് അലസത എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് അതിനെ നീക്കി വെക്കുകയും മറ്റൊരു തരത്തിൽ ആർത്തി എന്ന് പറയും. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നതാ, അവരെയൊക്കെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് വെട്ടുന്ന കാര്യമാ. ഞാനിപ്പോ ഏതാണ്ട് ഇപ്പൊ 1.25 മണിക്കൂറുണ്ട്. എന്തോ ഭയങ്കര ലാഭം ചെയ്ത കണക്ക് ഞാനത് ചെയ്ത് മാറ്റും. എന്നിട്ട് പിന്നീടുള്ള 2.25 മണിക്കൂർ ഞാൻ വെറുതെ ഇരിക്കും. അപ്പൊ എനിക്ക് ആ ഒരു കാര്യത്തെ മര്യാദയ്ക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഓ! ഒരു സമയത്ത് ആർത്തിയാണെങ്കിൽ മറ്റൊരു സമയത്ത് അലസത പിടിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് കാര്യത്തിലും ഏത് കാര്യത്തിലും അലസത പൂണ്ട് നിൽക്കുന്ന ഒരവസ്ഥയെ. ഇനി ഞാനിത് ആദ്യം മുതൽ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അഹങ്കാരം, അത്യാഗ്രഹം, കാമം, കോപം, ആർത്തി, അസൂയ, അലസത. ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്തതായിട്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തി നോക്കുക. എന്ത് കാര്യത്തിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കിടന്ന് അതിന്റെ അങ്ങേയറ്റം എത്രത്തോളം അതിനെ മോശമാക്കാമോ അത്രത്തോളം അതിനെ മോശമാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഇതിന്റെ എല്ലാ അവസാനമായിട്ട് നമ്മളിൽ വന്നു ചേരുന്നത് ഭയമാണ്. എല്ലാ കാര്യത്തിന്റെ ഒടുവിലും നമ്മളിലേക്ക് വന്ന് കേറുന്നത് ഭയമാണ്. ഈ ഭയത്തിൽ നിന്നാണ് നമ്മളുടെ ഈ രോഗത്തിന്റെ തുടക്കം കുറിക്കുന്നതും ഭയത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മള് ആശ്രയം കണ്ടെത്തുന്നതാണ് മദ്യത്തില്. എല്ലാത്തിനും അവസാനം നമുക്കൊരു ആശ്രയമായിട്ട് നിൽക്കുന്ന മദ്യമായിരുന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ഭയം, അഹങ്കാരമായാലും, അലസതയായാലും, ആർത്തിയായാലും, കാമമായാലും, കോപമായാലും ഇതെല്ലാം എന്നെ കൊണ്ടെത്തിച്ചത് കുടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അതുവഴി ഞാൻ നേടിയിരുന്നത് എന്റെ ഭയത്തിൽ നിന്നുള്ള മോചനമായിരുന്നു.
അപ്പൊ അത്തരം സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ഞാൻ ക്രമപ്പെടുത്താൻ തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു എന്താ പറയാ ആ ഭയത്തിൽ നിന്നും അതിന്റെ വിട്ടു മാറാനായിട്ട് നിർഭയമാണ് ഭയത്തിന്റെ ഓപ്പോസിറ്റ്. ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടില്ല. ഭയത്തിന്റെ വിപരീത പദം നിർഭയമാണ്. അപ്പൊ ഭയമില്ലാത്തൊരവസ്ഥ ആണ് എന്ന് കരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിരുന്ന എന്നോട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ പറഞ്ഞു തന്നു. ഭയത്തിന്റെ വിപരീത പദം അഭയമാണെന്ന്. അപ്പൊ ശരിയായ ദിശയിലേക്ക് അഭയം പ്രാപിക്കാനുള്ളൊരു ശേഷി ഞാൻ നേടിയെടുക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ക്രമപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ദൈവത്തിങ്കലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കാൻ സന്നദ്ധനായി വരികയും ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഞാൻ സന്നദ്ധനാവാണ്. ആദ്യമായിട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. നമ്മള് കണ്ടംപററി സ്റ്റെപ്സ് ആണ് 4ഉം 5ഉം. 5ാമത്തെ പടിയിൽ നമ്മൾ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സ്വയം അംഗീകരിക്കുകയും ദൈവത്തോട് പറയുകയും മറ്റൊരാളിനോട് ഏറ്റു പറയാനും തയ്യാറാവുകയാണ്. ഇതുവരെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുടി എനിക്കൊരു പ്രശ്നമേ അല്ലെന്നാ പറഞ്ഞത്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചു പോയ കാര്യങ്ങളുടെ ഫലമായിട്ട് മദ്യപാനം എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അതിൽ നിന്ന് ഇനി എങ്ങനെ പുറത്തേക്ക് വരാമെന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്തത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് മദ്യപാനത്തെ മാറ്റാനും ഇത്തരത്തിലായിത്തീരാനും ഒക്കെ ഒരു അവസരം കിട്ടിയത്. അപ്പൊ അത്തരത്തില് എന്നില് എന്താ പറയാ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഇത്തരം ന്യൂനതകളെ ഞാൻ കണ്ടെത്തി. എനിക്ക് അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്ന മാത്രയിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു അവസരം, ആ വാതിൽ തുറന്നിടാനുള്ള ഒരു സാഹചര്യം എന്നിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആദ്യം ഞാൻ അറിയേണ്ടത് എന്നിലുണ്ട് എന്നുള്ളതാണ്. ഇല്ല പറഞ്ഞാൽ ഇരുട്ടത്ത് പൂച്ചയെ തപ്പി നടക്കുന്നത് പോലെ എന്താണെന്ന് അറിയാതെ നടക്കുന്നിടത്ത് ആ ഒരു മുറിയിലേക്ക് ഒരു ചെറിയ സുഷിരത്തിലൂടെ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ ആ മുറിയിൽ പ്രകാശം പകരുന്നത് പോലെ നമുക്ക് നമ്മളുടെ ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റണം. പറ്റിക്കഴിയുമ്പോഴാണ് അതിനെ ക്രമീകരിക്കാനുള്ള ഒരു അവസരം. 5 പടി കഴിയുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളെ ക്രമപ്പെടുത്താനും 6ഉം 7ഉം പടിയിലൂടെ നമ്മുടെ വൈകല്യങ്ങൾ എന്തൊക്കെ നമ്മളിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ അതിനെയൊക്കെ വേർതിരിച്ചെടുക്കാനും അതിനെ എടുത്തു മാറ്റാനും ഉള്ളൊരു അവസരം 6ഉം 7ഉം പടിയിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിലൂടെ ഉണ്ടായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിലെ തകർച്ചകൾ പരിഹരിക്കാനായിട്ട് 8, 9 നമ്മൾ DRI 8ാം മാസം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണത്. അത് കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെ മനസ്സിലാക്കി പെരുമാറ്റി കൊണ്ടുവരാം. അപ്പൊ അവിടെയാണ് നമ്മളെ ക്രമീകരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നതിനുള്ളൊരു അവസരം. എന്നില് ഞാൻ അറിഞ്ഞും അറിയാതെയൊക്കെ ആയിട്ട് എന്റെ സ്വഭാവത്തിൽ വന്ന് അന്തർലീനമായിട്ടുള്ള വൈകല്യങ്ങളെ എനിക്ക് തിരിച്ചറിയാനും അതിനെ ക്രമപ്പെടുത്താനും അവിടെ ആ ഒരു ശുദ്ധീകരണവും യഥാർത്ഥ ആശ്രയം, ആ അഭയം, ആ യഥാർത്ഥ ദൈവത്തിൽ എത്തിച്ച് അഭയം പ്രാപിച്ച് നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ പലപ്പോഴും സംഭവിച്ചു പോകുന്നത് ഇത്തരത്തിൽ മദ്യത്തെ മാറ്റി നിർത്തി കഴിയുമ്പം ഈ അഭയം യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താതെ മറ്റു ചില വ്യക്തികളിലോട്ടൊക്കെ അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും പലയിടത്തും നമ്മുടെ കൂട്ടായ്മയുടെ ഉള്ളിൽ പോലും നമുക്ക് പല ബുദ്ധിമുട്ടുകളും കാണുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. യഥാർത്ഥ ദൈവത്തെങ്കിലും ഇപ്പം കൃത്യമായും ബിഗ് ബുക്കിനകത്ത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബുക്കിനകത്തുള്ള ഓരോ വരികൾക്കിടയിലും വാക്കുകൾക്കിടയിലും വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ പറഞ്ഞു തരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരാളിന്റെ ഉള്ളിൽ ആളി കത്തിക്കാൻ സ്വയം രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ഇവിടെ ഒരു അവസരം ഉണ്ട് എന്നുള്ള ചിന്തയെ ആളി കത്തിക്കുന്നതിനോടൊപ്പം അതിനുവേണ്ടി ദൈവത്തിലുള്ള വിശ്വാസവും മനസ്സ് ശുദ്ധീകരിക്കുവാനുള്ള സന്നദ്ധതയും. അപ്പൊ ഇത് രണ്ടിനും കൂടി നമ്മൾ തയ്യാറാവുമ്പോൾ അതാണ് ഈ പടികളിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പരിശീലിക്കുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു ധൈര്യം, ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം, എളിമ, ഇതെല്ലാം അടിസ്ഥാനപരമായി എളിമയിലെത്തി നിൽക്കുമ്പോഴത്തേക്ക് ഓരോ പടികളും ഇതിനൊക്കെ ധൈര്യം വേണം. അതുകൊണ്ടാണ് സന്നദ്ധനാവാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ ഇഴകീറി പരിശോധിക്കാനൊക്കെ പറയുമ്പോൾ അത്തരത്തിൽ ചെയ്തു വരുമ്പോൾ എന്നിൽ ഇത്തരം ന്യൂനതകൾ ഉണ്ടെന്ന് തീർച്ചയായും തുറന്നു പറയാം. എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിഞ്ഞിട്ടേ ഇല്ല. നമുക്കിതൊന്നും പറയാനൊന്നും പറ്റില്ല. മറ്റൊരാളുടെ മുഖത്ത് നോക്കി പറയാനോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് മീറ്റിംഗിൽ പോയിരുന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. അത് ഓൺലൈൻ മീറ്റിംഗിലും പറയാൻ പറ്റൂല. എവിടെയാണെങ്കിലും നമുക്കത് ഉള്ളു തുറന്ന് സംസാരിക്കാനൊന്നും പറ്റൂല. പക്ഷേ അത് അംഗീകരിക്കാൻ അതിനു വേണ്ടിയിട്ട് ആ ശക്തിയിൽ വിട്ടുകൊടുത്ത് മുന്നോട്ട് വരാൻ അതിന്റെ ധൈര്യം കിട്ടിയത് അവിടെന്നാണ്. അത്തരത്തിൽ അത് ഞാൻ പറയാൻ തയ്യാറായപ്പോൾ അവിടെ മുതൽ എന്നിൽ നിന്ന് അത് അകലാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്യണം, അതുവഴി ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ മൂലം എന്നിലുണ്ടായ വ്യക്തിബന്ധങ്ങളിലെ തകർച്ച
അതൊക്കെ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളെയും ക്രമപ്പെടുത്തി എടുക്കാനൊക്കെ ഈ പടികളിലൂടെ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നീട് 10ാമത്തെ പടിയിലെത്തുമ്പോൾ കൃത്യമായി നമുക്ക് അന്നന്നത്തെ കാര്യങ്ങൾ കൃത്യമായി കണക്കെടുത്ത് അതിനകത്ത് എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അതിനൊക്കെ ഇനി മേലിൽ അത്തരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുമ്പോൾ എന്നെ കൂടുതൽ കൂടുതൽ വൃത്തിയുള്ളവനാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ എന്നെ പൂർണ്ണമായിട്ട് എന്നെ മനസ്സിലാക്കി എനിക്ക് എന്നെ ഉൾക്കൊള്ളാനൊരു സാഹചര്യം, ഞാൻ ആരാണ്, എന്താണ്, എന്റെ ചിന്തകൾ എങ്ങനെയാണ്, എന്താണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നല്ല വ്യക്തമായിട്ട് എനിക്കൊരു ധാരണ ഉണ്ടാക്കി അത്തരം കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഞാൻ ക്രമപ്പെടുത്തേണ്ടത്. സണ്ണിച്ചേട്ടൻ പറയുന്ന കണക്ക് പരിപൂർണമായും ചുമപ്പ് പേന കൊണ്ട് വെട്ടിക്കളയേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. എവിടെയൊക്കെയോ എനിക്ക് കുറച്ച് പച്ച വരകളുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ച് കൊണ്ടുവരികയും ക്രമപ്പെടുത്തുന്നതിനായിട്ട് ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന അത്രത്തോളം മനോഹരമായ ഒരു പ്രോഗ്രാമാണ്. എന്നില് അന്തർലീനമായിരിക്കുന്ന ആ ജന്മവാസനകളെ ഞാൻ കയറൂരി വിട്ട ഇത്തരത്തിൽ കൂടുതൽ പ്രവർത്തിപ്പിച്ചപ്പോൾ അതും ഒട്ടും പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ലാത്തതുമല്ല. അപ്പൊ അത് ഞാൻ പ്രവർത്തിപ്പിക്കേണ്ട അളവിൽ എന്റേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തി അത് കൃത്യമായി പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തില് അവനവന്റെ രോഗത്തിന്റെ തീവ്രത അവനവൻ തിരിച്ചറിഞ്ഞ് അതിനെ ക്രമപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാക്കി മാറ്റാൻ ഈ പ്രോഗ്രാമിനെ സഹായിക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് 4ാമത്തെ പടിയിൽ നമ്മൾ കണ്ടെത്തുന്നതാണ് പൊതുവായിട്ടുള്ള നമ്മുടെ ഈ 7 മാരക ഭാവങ്ങൾ. ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയാനും എനിക്കിത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒരു അവസരം ഉണ്ടായത് എന്റെ മീറ്റിംഗ് ഹാളിൽ എനിക്ക് മുന്നേ പോയൊരു ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായപ്പോഴാണ്. അവരെന്റെ ഹൃദയത്തിലേക്കാണ് കടന്നു വന്നത്. അവരത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മറയും പിടിച്ചിരുന്ന ഞാൻ അറിയാതെ എന്റെ കൈ ഉയർത്തി എനിക്കും ഉണ്ട് ഇത്തരം കാര്യങ്ങളെന്ന് തിരിച്ചറിയാൻ ഒരു അവസരം ഉണ്ടായത്. അപ്പൊ നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത് അവനവന്റെ ഉള്ളു വൃത്തിയാക്കാനായിട്ട് ആദ്യം സ്വയം അംഗീകരിക്കുക. ഇത്തരം കാര്യങ്ങൾ എന്നിൽ എവിടെയൊക്കെ എത്രയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്ക് നമുക്ക് അത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടും. ഇത് മറ്റൊരാളുടെ ജീവിതത്തിലും കൂടെ ഒരു പ്രകാശമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും നമ്മളുടെ ജീവിതത്തിലെ മാറ്റം. അത്തരത്തിലേക്ക് മാറാനും മാറിയ മനോഭാവത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനും ഒക്കെ എന്നൊരു സാഹചര്യം ഒരുക്കിയെടുക്കാനും ഒക്കെ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് കിട്ടിയ ഈ ഒരു സമയം കൊണ്ട് തന്നെ എന്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാനും അത്തരം കാര്യങ്ങൾ ഇന്ന് ചർച്ചയിൽ കൊണ്ടുവരാനും ഒക്കെ എനിക്കിന്ന് പറ്റി. അതുകൊണ്ട് തന്നെ എന്റെ ആ ന്യൂനതകളൊക്കെ എന്താണ് ഇപ്പോഴും ഇത്രയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചും പെരുമാറിയും മറ്റൊരാളിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ചിന്തിക്കാനും എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ചിന്ത കൊണ്ടോ എന്റെ മുരടനക്കം കൊണ്ടുപോലും മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ജീവിക്കണം എന്ന നിലയിലേക്ക് ഇന്ന് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ യാത്രയിൽ എവിടെയെങ്കിലും എനിക്ക് കല്ലുകടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ വിലയിരുത്താനും ഞാൻ ആ ഇൻവെന്ററി ഒക്കെ എടുത്തു പോകുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഇത്തരം ചർച്ചകൾ എന്നെ വല്ലാതെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വഴിവിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും എന്നിലൊരു മാറ്റം അനക്കമോ ഒക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ എനിക്കത് അപ്പം തന്നെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഇത്തരം യാത്രകളും ഇത്തരം മീറ്റിങ്ങുകളിലൂടെയുള്ള യാത്ര എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വൈകുന്നേരത്തിന് ഈ ഒരു രാത്രിയിൽ ഇത്തരം നേരം ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റിയൊരു വലിയൊരു സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് എന്നെക്കാളും വർഷങ്ങൾ ഇതിനകത്ത് യാത്ര ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ അനുഭവങ്ങളുമായിട്ട് ഇത് തട്ടിച്ചു നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിലയിരുത്താവുന്ന ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഞാൻ ഒരു നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക്